ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, LP, UP 10 മണി വരെ പേരിന്ന് പുറത്താക്കലാ പണി. 10 മണി കഴിഞ്ഞ പോലെ പണി കഴിയുമോ? ഉസ്താദ് നിങ്ങൾക്ക് പിരാന്ത പണിഞ്ഞല്ല തുടങ്ങണെന്നാ. അടിച്ചോരണം, വെച്ചുണ്ടാക്കണം, തുടക്കണം, തിരുമ്പണം, അലക്കണം. എന്റെ നാട്ടുകാരെ കുറിച്ചാ പറയണേ, നിങ്ങളെ പറ്റിയല്ല. വാണിയമ്പലത്താരെ കുറിച്ചാ ഞാൻ പറയണേ കേട്ടോ. നിങ്ങളെ പറ്റിയല്ല, എനിക്കിത് കഴിഞ്ഞിട്ട് വരിക്കണം. അതുകൊണ്ടാണ് മിക്കവാറും 90% ഉമ്മാരും പെരിയിലെ പണി ഫുള്ള് കഴിയൂല, ഒരു പകുതി പണി കഴിയുള്ളൂ. ഒരു 3/4 ഭാഗം പണി കഴിഞ്ഞിട്ട് അകത്ത് കയറുമ്പോഴേക്ക് ളുഹുറും അസറും ഒരൊറ്റ നിസ്കാര കുപ്പായത്തിലാണ് ഇക്കാരം. നിങ്ങളെ പേരിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? ളുഹുർ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല, അസർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ എന്തിനാ ജീവിക്കണെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ്? അള്ളാഹ്ക്ക് ളുഹുറിന്റെ പോലെ ഇപ്പൊ ഈ പറഞ്ഞ. ഇനി ളുഹുർ നിസ്കാരം കഴിഞ്ഞിട്ട് അസർസ്കാരം കഴിഞ്ഞിട്ട് കാലൊക്കെ നിർത്തിയിട്ട് ആ നിസ്കാര കുപ്പായം കഴിച്ചിടാനും കൂടി ഒഴിവുണ്ടാവില്ല. അപ്പോത്തിനെടുക്കും. അടുക്കളയിൽ 2 സാധനം ഉണ്ട്. പാലടുപ്പത്തെ ചുമരി ഇടക്കിടക്ക് പോയോക്കണം, അല്ലെങ്കിൽ തളച്ച് ചിന്തു. അടുക്കളയിലെ 2 സാധനം, ആ പാലടുപ്പത്തെ ചുമറ്റ സാധനം ഏതെങ്കിലും അറിയോ? ഒന്ന് കുളും എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങോട്ട് തൂണ്ടി വെക്കണം, ആരെങ്കിലും എന്തെങ്കിലും മുട്ടിക്കണോ. രണ്ടാമത്തെ സാധനത്തെ കുറിച്ചാണ് ഇക്കാരപ്പം നിങ്ങൾ ചിന്തിക്കണേ. അതിപ്പോ എന്താണ് അല്ലേ? രണ്ടാമത്തെ ഞാൻ പറയും ഫ്രിഡ്ജാണ്. ഒരാവശ്യം ഉണ്ടാവില്ല, കണ്ട ഒന്ന് തുറന്നു നോക്കണം, ഒരു കാര്യമല്ല. കുട്ടികൾ സ്കൂളിൽ തന്നെ നേരെ അടുക്കളയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് തുറന്നിട്ട് ഒന്ന് അടച്ചിട്ട് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഈ മൊബൈലിന്റെ പ്രത്യേകത എന്താ അറിയാം നിങ്ങൾക്ക്? മൊബൈലിന്റെ പ്രത്യേകത കുറിച്ചോളിട്ടോ. 2 കുട്ടികൾ മദ്രസക്ക് 2 ഗ്രൂപ്പ്, 2 കുട്ടികൾ സ്കൂൾക്ക് 2 ഗ്രൂപ്പ്, 2 കുട്ടികൾ നേരത്തെ തങ്ങൾ പറഞ്ഞ മാതിരി ട്യൂഷൻ സെന്റർക്ക് 2 ഗ്രൂപ്പ്. ഇപ്പൊ എത്രനായി? 6 ഇതിന് മൊത്തത്തിന് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. സ്കൂളിനൊരു ഗ്രൂപ്പ് വേറെ ഉണ്ടാവും, മദ്രസിന്റെ ഒന്നുണ്ടാവും, ട്യൂഷന്റെ ഒന്നുണ്ടാവും. ഇപ്പൊ 9 കെട്ടിച്ച ഫാമിലി 1, ഉമ്മാന്റെത് വേറെ, ബാപ്പാന്റെത് വേറെ. 2002, 2003 SSLC ഗ്രൂപ്പ് 1, 10F വേറെ. ഇതിന്റെ ഒക്കെ പുറത്തൊരു കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റിയാളത് വേറെ ഉണ്ടാവും. കുടുംബശ്രീ ഞാൻ പറഞ്ഞിട്ടില്ല, തൊഴിലുറപ്പ് പറഞ്ഞിട്ടില്ല, LSS പറഞ്ഞിട്ടില്ല, USS പറഞ്ഞിട്ടില്ല, NMMS പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ വെറും ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടാവുക. നേരം കൊടുക്കുള്ളൂ അതിനെ പറയാനുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒന്ന് കയറിയിട്ട് 2 വർത്താനം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴേക്ക് പുറത്തൊരു ഹോണടി കേൾക്കും, LKGന്റെ വണ്ടി വന്നിട്ടുണ്ടാവും. ഇനി മഗ്‌രിബ് വരെ പോയതൊക്കെ ഔത്തക്ക് അല്ലേ? 10 മണി വരെ പുറത്താക്കല്, 4 മണി തൊട്ട് മഗ്‌രിബ് വരെ ഔത്തക്ക്. ഇനി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുണ്ട് ഒരു ബദർ യുദ്ധം നടക്കാൻ. 2-ാം ബദർ, 1-ാം ബദർ കുട്ടികളെ പറഞ്ഞേക്കുന്ന സമയത്താണ്. 2-ാം ബദർ മഗ്‌രിബിന് ശേഷം. വാളും പരിചയൊന്നും ഉണ്ടാവില്ല. ഇടക്കിടക്ക് പൊട്ടലും ചീറ്റലും ഇങ്ങനെ കേൾക്കാം. ടേ എന്നിട്ട് മണ്ടക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഞാനൊരു വ്യാഴാഴ്ച മാത്രം പെരയിലുണ്ടാവുന്ന മനുഷ്യനാണ്. കുറെ ദൂരത്തെ ഡ്യൂട്ടിയൊക്കെ ഉള്ളത്. ഒരു വ്യാഴാഴ്ച വരും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം. അറിയാം ഒക്കെ ഓൺലൈനിലാണ്. നമ്മളിങ്ങനെ ഓൺലൈനിൽ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഞങ്ങൾക്ക് ആ ഓൺലൈനിൽ ഇങ്ങനെ ചെയ്ത് ഒക്കെ ഉസ്താദ്മാർ ചെയ്തൊക്കെ റെഡിയാണോ ഒരു മുഫത്തിഷാണ്. അപ്പൊ ആ ഒരു തഫ്തീഷ് ഇങ്ങനെ നടത്താനുണ്ടാവും. അതൊക്കെ ക്ലിയർ ആണോ എന്നുള്ള ഇങ്ങനെ 56 മദ്രസന്റെ പരിശോധിക്കാണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ദിക്റും സ്വലാത്തും കഴിഞ്ഞാൽ ബെഡ്റൂമിൽ ഇങ്ങനെ മൊബൈലിൽ ഇരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളെ കയ്യിൽ മൊബൈലിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഭയങ്കര തൃപ്തിയുള്ള കാര്യമാണല്ലോ. ആ മൊബൈലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണാം കുറച്ചേരൊക്കെ കുട്ടികളോട് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ മാതിരി പൊട്ടലും ചീറ്റലൊക്കെ. പിന്നെ ഒരു ഒച്ചയും കൂടി ഒന്നും കേൾക്കൂല. അപ്പൊ കാണാം വാതിൽക്കട്ടിലിന്റെ എരുത്ത് ഇങ്ങനെ വന്ന് നിൽക്കണ്. എന്നിട്ടുണ്ട് ഒരു ഡയലോഗ്. എന്താ നിങ്ങൾക്ക് ഈ മനുഷ്യൻ ഇവിടെ ആകെ ഒരു ദിവസം ഉണ്ടാവുക, അന്ന് ഈ കുട്ടികളെ നോക്കാനൊന്നും ഒഴിവില്ല. ഇതിങ്ങനെയൊന്നും അല്ലട്ടോ പറയാം, ഇതിനേക്കാളൊക്കെ ഉഷാറായിട്ട് പറയും. ഞാൻ 5 പമ്പറന്നോളം നന്നാക്കിയതാ. എന്നിട്ട് ലാസ്റ്റ് പറയും നിങ്ങൾക്ക് ഇത് പറ്റൂലെങ്കിൽ വെള്ളിയാഴ്ച പോകുമ്പോൾ കൊണ്ടേക്കൊണ്ടി. കുട്ടികളെ നോക്കണ പോലെ ഞാൻ ഈ പറഞ്ഞത്. ഈ കുട്ടികൾക്ക് തിന്നാനും കൊടുത്ത് അടുക്കളുടെ ഷട്ടറും താത്തിയിട്ട് ഉമ്മ വരുന്നത് കിടന്നുറങ്ങാനാ അല്ലേ? നമ്മളെ വീടാ ഞാൻ ഈ പറയുന്നത്. ആ ഉമ്മ പിന്നെ എഴുന്നേൽക്കലില്ല. അലാറം അടിച്ചുമ്പോ നീച്ചിങ്ങനെ കുത്തിരിക്കും. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോണം. എന്താ ഞാൻ ചോദിച്ചത്? സുബൈക്ക് ബാങ്ക് കൊടുത്തിട്ട് ആരെങ്കിലും എഴുന്നേൽക്കലുണ്ടോ? ഉണ്ടാവില്ല. പൊന്തലാണ്. 24 മണിക്കൂറാണ് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ നമ്മൾക്കുള്ളത്. ആ 24 മണിക്കൂർ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് ശരാശരി ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങണം എന്നാ കണക്ക്. പക്ഷെ 8 മണിക്കൂർ ഉറങ്ങാൻ നമ്മൾക്ക് കിട്ടൂല. 6 മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയ ലാഭം എന്ന് വിചാരിച്ചോളി. ബാക്കി 16 മണിക്കൂർ ഒരു വീടിന്റെ അകത്തളത്തിൽ ഉമ്മ ചെലവഴിക്കുന്നത് പണിയെടുക്കാനാ, ബാപ്പ ചെലവഴിക്കുന്നത് പണിയെടുക്കാനാ അല്ലേ? നിങ്ങളിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ് നമ്മൾ എന്തിനാ ജീവിക്കണത്?
പണിയെടുക്കാനല്ലേ? അല്ലന്മാരെ, ഈ പണി എന്തിനുള്ളതാണ്? ഈ അധ്വാനം എന്തിനുള്ളതാണ്? ചിന്തിക്കും. ഇതെന്തിനുള്ളതാന്ന് പറഞ്ഞാണ്? നമുക്കുള്ളതാ? നമ്മുടെ സുഖത്തിനുള്ളതാണോ? നമ്മുടെ സൗഖ്യത്തിനുള്ളതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഒരു ഉമ്മ ഒരു ബാപ്പ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട്, വസ്ത്രം ധരിച്ചിട്ട്, ചെരുപ്പ് വാങ്ങിയിട്ട്, ഇഷ്ടപ്പെട്ട, എന്തിനേറെ പറയുന്നു, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് അത്രമേൽ സഹായം ചെയ്ത നമ്മുടെ കൂട്ടുകാരൻ മരണപ്പെട്ടിട്ട് ആ മയ്യത്തിന്റെ അടുത്തൊന്ന് ഇരിക്കാൻ പോലും നമ്മൾക്ക് സമയം കിട്ടിയിട്ടില്ല. കിട്ടിക്കണോ? മയ്യത്ത് ഇങ്ങനെ വന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോ പോയി ആ മുഖം ഇങ്ങനെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എപ്പോഴാ മയ്യത്ത് നിൽക്കുക എന്നാ ചോദിക്കണേ. എന്തിനാന്നറിയോ? ഇനി മയ്യത്ത് നിൽക്കുമ്പോ പള്ളിയേക്ക് വന്നാ മതി. അവിടെ ഒന്ന് നിൽക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരെ കൂടെ കൂടാൻ നമ്മൾക്ക് നേരമുണ്ടോ? ഒരു കല്യാണത്തിന് കൂടിയിട്ട് കാലത്തിലേക്ക് നമ്മളൊക്കെ. അപ്പൊ നിങ്ങളറിയാം, ഇന്നലെയും കൂടി ഞങ്ങൾ കല്യാണത്തിന് ചോറ് വെച്ചിക്കണല്ലോ. ആ കല്യാണമല്ല ഞാൻ പറഞ്ഞത്. പണ്ട് നമുക്കൊരു കല്യാണം ഉണ്ടായി. ഇപ്പൊ തങ്ങളോട് പറഞ്ഞല്ലോ പഴമയിലേക്ക് പോകുക. ഞാൻ ആ പഴമയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവല്ല. പക്ഷേ ചില പഴമകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് ന്യൂജൻ ഉണ്ടാവാനുള്ള കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പഴമ എന്താ? നിങ്ങൾക്ക് നമ്മുടെ അയൽവാസിന്റെ കൂട്ടത്തിന്റെ കുടുംബത്തിന്റെ പേരിൽ കല്യാണം ഉണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് പോയിട്ട് അവിടെ കൂടിക്കൊടുക്കും, അല്ലെ? പന്തിരിടാൻ കൂടും. ഉള്ളി തോലൊളിച്ചാൻ വേണ്ടിയിട്ട് നമ്മളെ ഉമ്മാരൊക്കെ വട്ടത്ത് കുത്തിരുന്നീനെ കാഴ്ചപ്പ കാണാണ്ടോ? ഓഡിറ്റോറിയല്ലേ, ഉള്ളി ഏൽപ്പിക്കല. കാറ്ററിംഗുകാർ വരും, ഒരു ചെലവില്ല. ഞമ്മക്ക് അയൽവാസി ഈ പേരില് കല്യാണം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്ക് ആ പേരിൽ റോളില്ല. ആലോചിച്ച് നോക്കി. അവിടെ ആ നേരാവുമ്പോ ചെല്ലുക, തിന്നുക, ഒരു പെട്ടി ഉണ്ടാവും, കവറിടുക, പോരുക, കഴിഞ്ഞു. ഇത് കല്യാണം കൂടിയായി പറ്റുമോ? നമ്മളെ സ്നേഹബന്ധങ്ങൾ എവിടെ എത്തി? ഇതൊക്കെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രയാണത്തിൽ നടക്കുന്നത്, ജീവിതത്തിന്റെ ഈ പ്രയാണത്തിന്റെ ഒഴുക്കിൽ നമ്മൾ പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ മക്കൾക്ക് വേണ്ടി, അല്ലേ? അല്ലേ? ആണോ? അല്ലേ? എന്തിന്? ആ മക്കളെ കൊണ്ട് നമുക്കൊരു ഉപകാരം കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.